ന്യായാമോദവളാവകുണ്ടനവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീ സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാമനാഥ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. സാരസാനന ശ്രീശ്വര ദയാനിധേ ഞാനെന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേൻ. ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നമേകനായാനന്ദനായി ലോകകാരണൻ വികൽപോപാധിവിരഹിതൻ തന്നെ മായ തനിക്കാശ്രയഭൂതയായി തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം. ദിവ്യമാമവ്യാകൃതമെന്നുപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും
മായാതീതന്മാരെല്ലാം സംസൃതിയെന്നും ചൊല്ലും. വിദ്വാൻമാർ അവിദ്യയെന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നിതുമന്നേത്രവും. സീതയാ സാർത്ഥം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭ ജഗന്നായകാ ദാശരഥി. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുദേ. ഓം അമൃതേശ്വരീ നമഃ. അധ്യാത്മരാമായണം ആരണ്യകാണ്ഡത്തിൽ ലോകകാരണനും ആശ്രയഭൂതനും സകലേശ്വരനുമായ ശ്രീരാമചന്ദ്രനെ അഗസ്ത്യമുനി സ്തുതിക്കുന്ന ഭാഗമാണ് ഇന്നിവിടെ പാരായണം ചെയ്തത്. അഗസ്ത്യ ആശ്രമത്തിലെത്തിയ ശ്രീരാമാദികളെ മഹർഷി ആദരപൂർവ്വം സ്വീകരിക്കുന്നു. തുടർന്നുള്ള അഗസ്ത്യസ്തുതി ഏറെ ഭക്തിപ്രകർഷമായി നിലകൊള്ളുന്നു. ശ്രീരാമദർശനത്താൽ അതീവ സന്തുഷ്ടനായ മഹർഷി വര്യൻ ഭഗവാന്റെ അവതാര ഉദ്ദേശം മനസ്സിലാക്കി സ്തുതിക്കുന്നു. തന്റെ തപസ്സിന് സഫലമുണ്ടായത് ശ്രീരാമദർശനത്തോടെയാണെന്ന് അദ്ദേഹം ഉണർത്തുന്നു. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എന്ന് വേണ്ട സകല കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും മനസ്സിൽ ശ്രീരാമരൂപം തോന്നണമേ എന്ന് മഹർഷി പ്രാർത്ഥിക്കുന്നു. സസംഗം, ഈശ്വരാർപ്പിത കർമ്മങ്ങൾ, നിഷ്കാമ ഭക്തി എന്നിവയിലൂടെ ലഭിക്കുന്ന പുണ്യം അഗസ്ത്യസ്തുതിയിൽ നിറഞ്ഞു നിൽക്കുന്നു. സജ്ജന സമ്പർക്കം മോക്ഷാദായകമാണെന്ന് മുനി വ്യക്തമാക്കുന്നു. ഭൂമിയിൽ അനീതിയും അക്രമവും നടമാടി ധർമ്മക്ഷയമുണ്ടാകുന്ന അവസരത്തിൽ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുമെന്ന മുനിവാക്യം ഭക്തിഭാവത്തിന് ഉണർവ് നൽകുന്നു. ഈ അഗസ്ത്യസ്തുതിയുടെ പരിസമാപ്തി ഭക്തിയുടെയും അതിലൂടെയുള്ള മോക്ഷപ്രാപ്തിയുടെയും മഹിമ ഉദ്ഘോഷിക്കുന്നു. അഗസ്ത്യമുനി ശ്രീരാമചന്ദ്രന് ചെയ്യുന്ന പ്രാർത്ഥന തന്നെയാണ് ഈ കലികാലത്ത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. ഓം നമഃ ശിവായ.